عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കഴിവിനനുസരിച്ച് പാലിക്കണമെന്ന് ആദ്യ അവസരത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസത്തിൽ നാം പഠിക്കാനും മനസ്സിലാക്കാനും ഉദ്ദേശിച്ച വിഷയം അഹ്ലു ബൈത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്ത് അവരാരാണ്, അവരെ സംബന്ധിച്ച് ഇസ്ലാമിലുള്ള മതവിധി എന്താണ്, അവർക്ക് വേണ്ടി മുസ്ലിം ഉമ്മത്തിന് ചെയ്യാനുള്ള ബാധ്യതകൾ എന്താണ്, ഈ മതത്തിൽ അവർക്കുള്ള സ്ഥാനം എന്താണ്, സമുദായം അഹ്ലുബൈത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിൽ ഇന്ന് നാം ശ്രദ്ധിക്കാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠമായി പഠിപ്പിച്ച ഒരു കാര്യമാണ് കുടുംബബന്ധം പുലർത്തുക എന്നുള്ളത്. അതിനെ സംബന്ധിക്കുന്ന വിവിധങ്ങളായ ഹദീസുകൾ അതിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൂട്ടത്തിൽ തുർമുദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, തഅല്ലമു മിൻ അൻസാബിക്കും മാ തസിലൂന ബിഹി അർഹാമക്കും. നിങ്ങളുടെ കുടുംബബന്ധം ചേർക്കാവുന്ന തോതിൽ നിങ്ങളുടെ കുടുംബ പരമ്പര നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ കുടുംബ പരമ്പര പഠിക്കണം. എന്തിനു വേണ്ടി? അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കുടുംബബന്ധം ചേർക്കാൻ, എനിക്ക് ബന്ധപ്പെട്ടവരായി കുടുംബക്കാരായി ഈ നാട്ടിലും എല്ലാത്തിടത്തും ആരൊക്കെയുണ്ട് എന്ന് ഓരോ മുസ്ലിമും അറിയണം. അത് അവൻ്റെ കുടുംബബന്ധം ചേർക്കാൻ അവന് സഹായകമാണ്. അങ്ങനെ അവൻ കുടുംബബന്ധം ചേർത്താൽ ഫഇന്ന സിലത്തുർ റഹിമി മഹബ്ബത്തുൻ ഫിൽ അഹ്ൽ, കുടുംബത്തിൽ സ്നേഹമൂഷ്മളമാവാൻ ആ കുടുംബബന്ധം ചേർക്കൽ കാരണമാവും. വമത്അറത്തുൻ ഫിൽ മാൽ, സമ്പത്ത് വർദ്ധിക്കാൻ കുടുംബബന്ധം ചേർക്കുക എന്നത് കാരണമാകും. വമൻസഅത്തുൻ ഫിൽ അഥർ, ആയുസ് വർദ്ധിക്കാൻ കുടുംബബന്ധം ചേർക്കുക എന്നത് കാരണമായിട്ട് മാറും. അതുകൊണ്ട് ഈ ഗുണങ്ങളെല്ലാം ദുനിയാവിൽ തന്നെ ലഭിക്കുന്ന, പരലോകത്തുള്ള പ്രതിഫലത്തിന് പുറമെ ഇഹലോകത്ത് തന്നെ ലഭിക്കുന്ന ഈ ഗുണങ്ങൾക്ക് വേണ്ടി കുടുംബബന്ധം നിങ്ങൾ ചേർക്കണം. അത് ചേർക്കാൻ നിങ്ങളുടെ കുടുംബങ്ങൾ ആരൊക്കെയെന്ന്, നിങ്ങളുടെ കുടുംബ പരമ്പര നിങ്ങൾ പഠിക്കണം എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ എല്ലാവരോടെന്ന പോലെ ഉപദേശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അഹ്ലുൽ ബൈത്ത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ പറഞ്ഞത്. അഹ്ലുസ് സുന്നയുടെ നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് എൻ്റെ കുടുംബബന്ധം ചേർക്കുന്നതിനേക്കാൾ താല്പര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബബന്ധം ചേർക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്തിനോട് ബന്ധം സ്ഥാപിക്കലാണ് എനിക്ക് എൻ്റെ കുടുംബബന്ധം ചേർക്കുന്നതിനേക്കാൾ താല്പര്യം എന്ന് അഹ്ലുസുന്നയുടെ ഇമാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടൊരു മുസ്ലിം തൻ്റെ കുടുംബം ആരൊക്കെയാണ്, എവിടെയൊക്കെയുണ്ട് എന്ന് അറിയുന്നത് പോലെയോ അതിനേക്കാൾ പ്രാധാന്യത്തോടെയോ അറിയേണ്ട കാര്യമാണ് എനിക്ക് ഈമാനിന്റെ സന്ദേശമെത്തിച്ച, എന്നെ ഏറെ സ്നേഹിക്കുന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ച, നരകത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ബന്ധത്തെക്കുറിച്ചറിയൽ, അവിടുത്തെ കുടുംബക്കാർ ആരൊക്കെ എന്നറിയൽ, അങ്ങനെ ഒരാൾ എൻ്റെ നാട്ടിലുണ്ടെങ്കിൽ അയാളെ ആദരിക്കൽ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന അഹ്ലുസുന്നയിൽപ്പെട്ട മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, അഹ്ലുൽ ബൈത്ത് ആരാണ് എന്ന് ആദ്യം നമ്മൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഖുറൈശികൾ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായിരുന്നു. ഖുറൈശികൾ എന്ന് പറയുമ്പോൾ അറബ് ഗോത്രത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഗോത്രം, അറബികളുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗോത്രം, അതാണ് ഖുറൈശ് ഗോത്രം. അതല്ലാത്ത വിവിധ ഗോത്രങ്ങൾ അറബികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഖുറൈശ് ഗോത്രത്തെ കുറിച്ച് പറഞ്ഞു, അതിലാണ് എൻ്റെ കുടുംബമുള്ളത്, ഖുറൈശികൾ മുഴുവൻ എൻ്റെ കുടുംബമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഖുറൈശികൾ എല്ലാവരും അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്ന ആ നാമകരണത്തിൽ ഉൾപ്പെടുമോ? ഒരിക്കലുമില്ല. ആരെല്ലാമാണ് അഹ്ലുൽ ബൈത്തിൽ ഉൾപ്പെടുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് നിർവചിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പ്രകാരം തന്നെ പണ്ഡിതന്മാർ അതിനെ നിർവചിച്ചത് മൻ തഹ്റുമു അലൈഹിമുസ് സദഖ, നിർബന്ധ ദാനം വാങ്ങൽ ആർക്കാണോ നിഷിദ്ധമായത്, നബി കുടുംബത്തിൽ നിർബന്ധ ദാനം അഥവാ സക്കാത്ത്, കഫാറത്ത് പോലത്തെ നിർബന്ധ ദാനങ്ങൾ നിഷിദ്ധമായ ചില ആളുകളുണ്ട്. അവർക്കാണ് അഹ്ലുൽ ബൈത്ത് അല്ലെങ്കിൽ ആലു ബൈത്ത് എന്നൊക്കെ പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായി അറിയപ്പെടുന്ന എല്ലാവർക്കും സക്കാത്ത് സ്വീകരിക്കൽ നിഷിദ്ധമല്ല, കഫാറത്ത് പോലത്തത് സ്വീകരിക്കൽ നിഷിദ്ധമല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ പരിമിതമായ ചില ആളുകളുണ്ട്, ചില കുടുംബങ്ങളുണ്ട്, അവർക്ക് സക്കാത്ത് വാങ്ങൽ നിഷിദ്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതാരൊക്കെയാണ്? അവരാണ് അഹ്ലുൽ ബൈത്ത്. അതിൽ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല അവസരത്തിലുള്ള ഹദീസുകളുടെയും വിശദീകരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ പറയുന്ന സക്കാത്ത് നിഷിദ്ധമായ, ആദരിക്കപ്പെടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെട്ട അഹ്ലുൽ ബൈത്ത് ആരാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരിൽ പിതാമഹന്മാരിലേക്ക് നമ്മളൊന്ന് പോകണം. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ അബ്ദുള്ളയാണ്, അബ്ദുള്ളയുടെ വാപ്പ അബ്ദുൽ മുത്തലിബാണ്, അബ്ദുൽ മുത്തലിബിന്റെ വാപ്പ ഹാഷിമാണ്, ഹാഷിമിന്റെ വാപ്പ അബ്ദു മനാഫാണ്. ഇത്രയും നമ്മൾ തൽക്കാലം ഓർത്തു വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, ഇത്രയും നമ്മൾ കേട്ട് പരിചയിച്ചതാണ്. അബ്ദുൽ മുത്തലിബിന്റെ വാപ്പയാരാണ്? ഹാഷിമാണ്. ഹാഷിമിന്റെ വാപ്പ അബ്ദു മനാഫാണ്. ഇത്രയും നമ്മൾ തൽക്കാലം ഓർത്തു വെക്കുക. ഈ അബ്ദു മനാഫ് എന്നവരുടെ 4 മക്കളുണ്ട്. ഒരാളുടെ പേരാണ് നൗഫൽ, അതിൽ ആദ്യത്തെയാൾ അബ്ദു ഷംസ്. 4 മക്കളിൽ 4 ആൺമക്കളിൽ ആദ്യത്തെയാൾ അബ്ദു ഷംസ്, രണ്ടാമത്തെയാൾ നൗഫൽ, മൂന്നാമത്തെയാൾ ഹാഷിം, നാലാമത്തെയാൾ മുത്തലിബ്. മുത്തലിബ് എന്ന് കേൾക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ന് മനസ്സിലാക്കരുത്. മുത്തലിബ് വേറെ, അബ്ദുൽ മുത്തലിബ് വേറെ. ഈ 4 മക്കൾ ആരുടെ? അബ്ദു മനാഫിന്റെ 4 മക്കൾ. ഒന്ന് അബ്ദു ഷംസ്, 2 നൗഫൽ. ഈ അബ്ദു മനാഫിന്റെ മക്കളിലെ അബ്ദു ഷംസ് കൂട്ടത്തിൽ ഉൾപ്പെടുത്തില്ല.
രണ്ടാമത്തെ മകൻ നൗഫൽ, അവരെയും എണ്ണില്ല. മൂന്നാമത്തെ മകൻ ഹാഷിം, നാലാമത്തെ മകൻ മുത്തലിബ്. ഈ ഹാഷിമിന്റെയും മുത്തലിബിന്റെയും വംശപരമ്പരയായി ഇവിടെ ആരൊക്കെ മുസ്ലിമായി ജീവിക്കുന്നുണ്ടോ അവരൊക്കെ അഹ്ലുൽ ബൈത്തിൽപ്പെടും. അബ്ദുമനാഫിന്റെ മക്കൾ 4 ആൺമക്കളിൽ നൗഫലിന്റെ മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അബ്ദുശംസിന്റെ മക്കളുണ്ട്. ഈ നൗഫലിന്റെ പരമ്പരയിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉള്ളത്. അബ്ദുശംസിന്റെ മക്കളുണ്ട്. അവർക്കൊന്നും അഹ്ലുൽ ബൈത്തിന്റെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചില്ല. ഈ അബ്ദുമനാഫിന്റെ മക്കളിൽ മൂന്നാമത്തെയാൾ ഹാഷിം, നാലാമത്തെയാള് മുത്തലിബ്. ഈ 2 മക്കളുടെ വംശപരമ്പരയായി ആരൊക്കെ മുസ്ലിങ്ങളായിട്ടുണ്ടോ ഖിയാമത്ത് നാൾ വരെ അവരൊക്കെ അഹ്ലുൽ ബൈത്താണ്. ഇതാണ് ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്ന ഈ മുത്തലിബ്, ആ മുത്തലിബിന്റെ മക്കളുണ്ട്. അതുപോലെ ഹാഷിമിന്റെ മക്കളുണ്ട്. ഹാഷിമിന്റെ മക്കളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ഹാഷിമിന്റെ മക്കളിൽ നേരെ താഴെ വരുന്നത് അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നത് മുത്തലിബിന്റെ അടിമ എന്നാണ്. ആ മുത്തലിബ്, അവിടെ പറഞ്ഞ മുത്തലിബ് ഈ പറയുന്ന അബ്ദുൽ മുത്തലിബിന്റെ എളാപ്പ തന്നെയാണ്. ഈ പറയുന്ന മുത്തലിബ് തന്നെയാണ്. അബ്ദുൽ മുത്തലിബ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വല്യപ്പയുടെ ശരിയായ പേര് ഷൈബ എന്നായിരുന്നു. ഷൈബ എന്ന് പറയുന്ന അബ്ദുൽ മുത്തലിബ് ജീവിച്ചിരുന്നത് മദീനയിലായിരുന്നു, ഉമ്മയുടെ കുടുംബത്തിൽ. മദീനയിലുണ്ടായിരുന്ന ഉമ്മയുടെ കുടുംബത്തിലുള്ള അബ്ദുൽ മുത്തലിബിന് വളർന്ന് പ്രായമായപ്പോൾ ഈ പറയുന്ന പിതൃവ്യൻ മുത്തലിബ് എന്നവർ മദീനത്ത് പോയി അബ്ദുൽ മുത്തലിബിനും കൂട്ടി വരികയാണ്. അബ്ദുൽ മുത്തലിബിനും കൂട്ടി, ഷൈബ എന്നാണ് പേര്, ആ ഷൈബ എന്ന പേരുള്ള അബ്ദുൽ മുത്തലിബിനും കൂട്ടി മക്കയിലേക്ക് വന്നു, വാപ്പ കുടുംബത്തിലേക്ക്. അപ്പം അദ്ദേഹം വരുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് ആകെ പൊടി പുരണ്ട് ഒരു അടിമയെ പോലെ കാണപ്പെട്ടു. അപ്പം ഇത് കണ്ടപ്പം ആളുകൾ പറഞ്ഞു, മുത്തലിബ് ഒരു പുതിയ അടിമനെ വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അബ്ദുൽ മുത്തലിബാണ്, അത് മുത്തലിബിന്റെ അടിമയാണ് എന്ന് ആളുകൾ കണ്ട മാത്രയിൽ പറഞ്ഞ് ഷൈബ എന്ന പേരിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പക്ക് അബ്ദുൽ മുത്തലിബ് എന്ന പേര് അറിയപ്പെട്ടു. അപ്പൊ സംഗതി പിതൃവ്യൻ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ആ മുത്തലിബ് എന്ന പിതൃവ്യനിലേക്ക് നബി സല്ലല്ലാഹു അബ്ദുൽ മുത്തലിബിന്റെ എളാപ്പയിലേക്ക് ചേർത്തിട്ടാണ് മുത്തലിബിന്റെ അടിമ എന്ന് വന്നത്. അപ്പൊ അത് രണ്ടും കൂടിക്കലരുത്. മുത്തലിബ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പയുടെ പിതൃവ്യനാണ്, അഥവാ പിതൃ സഹോദരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പയുടെ എളാപ്പയാണ്, അബ്ദുൽ മുത്തലിബിന്റെ എളാപ്പ. അപ്പൊ അതിൽപ്പെട്ട ഹാഷിം കുടുംബം അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അതിൽപ്പെട്ട മുത്തലിബ് കുടുംബം അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ട്. ഈ മുത്തലിബ് കുടുംബമാണ് ശഅബ് അബി ത്വാലിബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും ഉപരോധിച്ച സമയത്ത് ഹാഷിം കുടുംബത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 3 കൊല്ലം പട്ടിണി കിടന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഈ മുത്തലിബ് കുടുംബമാണ്. അതിൽ നൗഫലിന്റെ കുടുംബമില്ല. അബ്ദുശംസിന്റെ കുടുംബവും ബനു ഹാഷിമിൽ നിന്ന് റസൂലുള്ളാഹിന്റെ കൂടെ നിന്നുകൊടുത്തില്ല. ഹാഷിം കുടുംബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളും പ്രയാസം അനുഭവിച്ചപ്പോൾ മുസ്ലിങ്ങളെല്ലാഞ്ഞിട്ട് പോലും എൻ്റെ കുടുംബമാണല്ലോ വേദനിക്കുന്നത് എന്ന കുടുംബബന്ധം ഓർത്ത് ആ കുടുംബബന്ധം ഊഷ്മളമാക്കാൻ കൂടെ നിന്നത് മുത്തലിബിന്റെ മക്കളാണ്, മുത്തലിബിന്റെ പരമ്പരയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ നൗഫലിന്റെ പരമ്പരയിൽപ്പെട്ട മുസ്ലിങ്ങളും അബ്ദുശംസിന്റെ പരമ്പരയിൽപ്പെട്ട മുസ്ലിങ്ങളും ഞങ്ങൾ അഹ്ലുബൈത്ത് ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഓരോരുത്തർക്കും അതിൻ്റെതായ ഹക്ക് കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിലും എല്ലാത്തപ്പോഴും കൂടെ നിന്ന് ഒന്നിച്ച് പ്രവർത്തിച്ചത് അത് ഹാഷിമും മുത്തലിബുമാണ്. അതുകൊണ്ട് അവർ ഒറ്റക്കെട്ടാണ്, അവർ വേർപിരിക്കുകയില്ല. അതുകൊണ്ട് അഹ്ലുബൈത്ത് എന്ന ലിസ്റ്റിൽ ഹാഷിം കുടുംബത്തിൽ എന്ന പോലെ തന്നെ മുത്തലിബിന്റെ കുടുംബത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഔദാര്യമെന്നോണം സ്ഥാനം കൊടുത്തു. അപ്പൊ നമ്മൾ പറയും, ആരൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലുബൈത്തിലുള്ളത്? ഹാഷിം കുടുംബം മുഴുവനും, മുത്തലിബിന്റെ കുടുംബം മുഴുവനും. അതിൽ ഷർത്തുണ്ട്, ആ വ്യക്തി മുസ്ലിം ആവണം. അങ്ങനെ വരുമ്പം ഹാഷിം കുടുംബത്തിൽപ്പെട്ടയാളാണ് അബൂലഹബ്. അബൂലഹബ് അഹ്ലുബൈത്ത് പെടുകയില്ല, കാരണം അയാൾ കാഫിറാണ്. അതുകൊണ്ട് കുല്ലു മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ എന്ന ഷർത്ത് പണ്ഡിതന്മാർ അഹ്ലുബൈത്തിൽ പെടുത്തു. മുസ്ലിം ആവണം, അതൊന്നാമത്തെ ഷർത്താണ്. ഹാഷിം കുടുംബത്തിലാവണം, അല്ലെങ്കിൽ മുത്തലിബ് കുടുംബത്തിലാവണം. അപ്പൊ ഇതാണ് അഹ്ലുബൈത്തിൽ നമ്മൾ ഒന്നാമത്തെ ലിസ്റ്റിൽ മനസ്സിലാക്കുന്നത്. ഇനി ഈ അഹ്ലുബൈത്തിലേക്ക് എണ്ണപ്പെടുന്ന അടുത്ത ഒരു വിഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പല ഗോത്രത്തിലുള്ളവരാണ്. ഈ പറഞ്ഞ ഹാഷിം കുടുംബത്തിലോ മുത്തലിബ് കുടുംബത്തിലോ ആണ് അവരെങ്കിൽ കുഴപ്പമില്ല, ആ വകുപ്പിൽ തന്നെ നബിയുടെ ഭാര്യ അഹ്ലു ബൈത്തിൽ പെടും. എന്നാൽ അങ്ങനൊന്നും ഇല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാവുക എന്ന കാരണം കൊണ്ട് അവിടുത്തെ ഭാര്യമാർ അഹ്ലു ബൈത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അഹ്ലുൽ ബൈത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. അതിന് തെളിവ് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരുപാട് മതവിധികൾ പറയുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരുപാട് മതവിധികൾ പറയുന്നുണ്ട്. ആ മതവിധികളെല്ലാം പറയുന്നത് എന്തിനാണ് എന്ന ലക്ഷ്യം അല്ലാഹു പറഞ്ഞെടുത്ത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈതി വയുതഹിറകും തത്ഹീറാ. ഈ ഉപദേശങ്ങൾ കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾ അഹ്ലു ബൈത്തിനെ എല്ലാ റിജ്സിൽ നിന്നും തിന്മകളിൽ നിന്നും നീചത്വത്തിൽ നിന്നും അല്ലാഹു നിങ്ങളെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഭാര്യമാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു അഹ്ലുൽ ബൈത്ത് എന്ന് പ്രയോഗിച്ചു. ആ പ്രയോഗത്തെ പണ്ഡിതന്മാർ ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അഹ്ലുൽ ബൈത്ത് എന്ന ആ വസിയ്യത്തിൽ, ആ നാമകരണത്തിലേക്ക് ചേർക്കപ്പെടും എന്ന് ഇതടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചു. അപ്പൊ ഇതാണ് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട അടുത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത്. അഹ്ലുൽ ബൈത്തിൽ അടുത്തൊരു വിഭാഗം ഇവരാണ്. നാലാമത്തെ ഒരു വിഭാഗം കൂടും. ഞാൻ പറഞ്ഞു ഹാഷിം കുടുംബം മുഴുവൻ. ഹാഷിം കുടുംബം മുഴുവൻ എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ അലി റളിയല്ലാഹു അൻഹു അടക്കമാകും വകുപ്പിലാ പെടാം. കാരണം ഹാഷിമിന്റെ മകൻ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അതിൽപ്പെട്ട ഒരാളാണ് അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബിന്റെ മകനാണ് അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ വരികയാണെങ്കിൽ അലി റളിയല്ലാഹുവിന്റെ മക്കൾ ഹസൻ, ഹുസൈൻ അവർക്ക് ആ വകുപ്പിൽ തന്നെ അഹ്ലുൽ ബൈത്തിൽ പെടുന്നതാണ്. ഇനി ഹസൻ, ഹുസൈൻ എന്നത് മറ്റൊരു വകുപ്പിലും അഹ്ലുൽ ബൈത്തിൽ പെടും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വകുപ്പിലാണ്. അബൂ ത്വാലിബ് എന്നൊരു പരമ്പരയിലേക്ക് പോകുന്നതിന് പകരം അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയുടെ മക്കൾ ഹസൻ, ഹുസൈൻ എന്ന പരമ്പരയിലും അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ ഹസൻ, ഹുസൈൻ അടക്കമുള്ളവർ അഹ്ലുൽ ബൈത്തിൽ പെടും. അപ്പൊ ഇതൊന്നുമല്ലാതെ ഇനി മറ്റൊരു വിഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അഹ്ലുൽ ബൈത്തിൽ മറ്റൊരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഈ പറയുന്ന അഹ്ലു ബൈത്തുകാരുടെ അടിമകളാണ്. അഹ്ലു ബൈത്തുകാരുടെ അടിമകൾ അല്ലെങ്കിൽ അഹ്ലു ബൈത്തുകാർ മോചിപ്പിച്ച അടിമകൾ, ഇതും അഹ്ലു ബൈത്ത് എന്ന ഗണത്തിൽ പെടും. ഇത് പ്രത്യേകം നമ്മൾ നിർവചിച്ച് മനസ്സിലാക്കണം. അതിലൊരു സംഭവം നമുക്ക് കാണാം. അബൂ റാഫി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ച അടിമയാണ് അബൂ റാഫി. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനിച്ച കിബ്തിക്കാരനായ അടിമയായിരുന്നു അബൂ റാഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നീട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ ആ സന്തോഷത്തിന് റസൂലുള്ള മോചിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയാണ് അബൂ റാഫി റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ അബൂ റാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വിഷയം അദ്ദേഹം പറയാണ്. അബൂ റാഫി വലിയ പണ്ഡിതനായിരുന്നു. സഹാബികളുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ആളാണ് അബൂ റാഫി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറയാണ്. ഒരു വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രദേശത്തേക്ക് നിശ്ചയിച്ചു. അപ്പൊ സക്കാത്ത് പിരിക്കാൻ വേണ്ടി നിശ്ചയിക്കുമ്പോൾ നമുക്കറിയാം ആ സക്കാത്തിൽ 8 അവകാശികളിൽ ഒരാളാൾ ജാബിസ് സക്കാത്താവും. സക്കാത്ത് പിരിക്കാൻ നിയോഗിക്കപ്പെടുന്ന ആൾക്കുള്ള ശമ്പളം അല്ലെങ്കിൽ അയാൾക്കുള്ള പ്രതിഫലം ഇതേ സക്കാത്ത് നിന്നാ കിട്ടുക. അഹ്ലു ബൈത്തുകാർ ജാബിസ് സക്കാത്താവാൻ പാടില്ല. കാരണം സക്കാത്ത് സ്വീകരിക്കാൻ പാടില്ലാത്തത് കൊണ്ട് സക്കാത്തിന്റെ അവകാശികളിൽ അഹ്ലുൽ ബൈത്ത് പെടൂല. അതുകൊണ്ട് അങ്ങനെ ഒരു ജോലിയും അഹ്ലു ബൈത്തിന് പാടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ ജാബിസ് സക്കാത്തായി സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. അദ്ദേഹം അബൂ റാഫിനോട് പറഞ്ഞു, നീയും എൻ്റെ കൂടെ വാ, എങ്കിൽ നിനക്കും കുറച്ച് പൈസ കിട്ടൂലേ, സക്കാത്തിന്റെ വിഹിതം നിനക്കും കൈപ്പറ്റാമല്ലോ ആ ജോലിയുടെ ഭാഗമായി എന്ന് പറഞ്ഞു. അപ്പം അബൂ റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആദ്യം റസൂലിനോടൊന്ന് ചോദിച്ചുറപ്പ് വരുത്തട്ടെ, എനിക്കൊരു സംശയമുണ്ട്, ഞങ്ങൾക്ക് സക്കാത്ത് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, മൗലൽ ഖൗമി മിൻ അൻഫുസിഹിം, ഒരു സമുദായത്തിന്റെ ഒരു കുടുംബത്തിന്റെ മൗല, ആ മൗലയും അവരിൽപ്പെട്ടവരാണ്. വ ഇന്നാ ലാ തഹില്ലു ലന സദഖ, അതുകൊണ്ട് നമുക്ക് ഈ സക്കാത്തോ നിർബന്ധ ദാനങ്ങൾ നമുക്ക് അനുവദനീയമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അബൂ റാഫിയിനോട് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്ന സംസാരത്തിൻ്റെ ഒരു ആദ്യ ഭാഗം. ആരാണ് അഹ്ലുൽ ബൈത്ത്? ഹാഷിം കുടുംബം മുഴുവൻ, ഹാഷിം കുടുംബത്തിലെ മുസ്ലിങ്ങൾ, മുത്തലിബ് കുടുംബത്തിലെ മുസ്ലിങ്ങൾ, ഇതൊക്കെ അഹ്ലുൽ ബൈത്തിൽ പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അഹ്ലുൽ ബൈത്തിൽ പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ ഹാഷിം കുടുംബത്തിൻ്റെയും മുത്തലിബ് കുടുംബത്തിൻ്റെയും മൗലമാർ, അടിമകൾ, അവരും അഹ്ലുൽ ബൈത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇതാണ് അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ. ഈ അഹ്ലുൽ ബൈത്തിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വസിയത്ത് ചെയ്തത്, എന്താണ് അവരുടെ വിഷയത്തിൽ നമുക്കുള്ള ബാധ്യത, അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദുൽ ബദർ ഹഫിളഹുല്ലാ ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഏറെ പ്രായം ചെന്നൊരു പണ്ഡിതനാണ്. അദ്ദേഹം ആ വിഷയത്തിൽ എഴുതിയ ഒരു ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലുള്ളത്. അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഫമൻ കാന മിൻ അഹ്ലിൽ ബൈത്തി മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അഹ്ലുൽ ബൈത്ത് ആയിട്ടുണ്ട് എങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഗണത്തിൽ സഹാബി എന്ന പദവിയുമുണ്ട്, അഹ്ലുൽ ബൈത്ത് എന്ന പദവിയുമുണ്ട് എങ്കിൽ, ഫഇന്നഹും യുഹിബ്ബൂനഹു ലിഈമാനിഹി വതഖ്വാഹു, അഹ്ലുസ് സുന്ന ആ സഹാബികളായ അഹ്ലുൽ ബൈത്തിനെ അവർ മുസ്ലിങ്ങളാണെന്ന കാരണത്താൽ അവരെ ഇഷ്ടപ്പെടുന്നു. വലി സുഹ്ബതിഹി ഇയ്യാഹു, റസൂലുള്ളാഹിയുടെ സഹാബിയാണെന്ന രണ്ടാമത്തെ ഒരു കാരണത്താലും ഇഷ്ടപ്പെടുന്നു. വലി ഖറാബതിഹി മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരാണ് അവർ എന്ന കാരണത്താലും അഹ്ലുസ് സുന്ന അവരെ ഇഷ്ടപ്പെടുന്നു. ഇനി വമല്ലം യകുൻ മിൻഹും സഹാബിയ്യ, നമ്മളെ വിഷയം പറയണം. ഇനി അങ്ങനെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാൾ സഹാബിയല്ല എങ്കിൽ, ആദ്യം പറഞ്ഞത് സഹാബിയാണ്, മുസ്ലിമാണ്, അഹ്ലുൽ ബൈത്താണ്, ഈ മൂന്ന് കാരണത്താലും ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. അതാണ് അഹ്ലുസ് സുന്നയുടെ വിശ്വാസം. രണ്ടാമത് വമല്ലം യകും മിൻഹും സഹാബിയ, ഇനി സഹാബിയല്ലെങ്കിലോ ഫഇന്നഹും യുഹിബ്ബൂനഹു ലിഈമാനിഹി വതഖ്വാ, അദ്ദേഹം മുസ്ലിമാണെന്ന നിലക്ക് അഹ്ലുസ് സുന്ന അവരെ ഇഷ്ടപ്പെടുന്നു. വലി ഖുർബിഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കുടുംബമാണ് എന്ന കാരണത്താലും ഇഷ്ടപ്പെടുന്നു. വയറൗന, അഹ്ലുസ് സുന്നയുടെ അഭിപ്രായം, അന്ന ശറഫൻ നസബി താബിഉൻ ലിശറഫിൽ ഈമാൻ, ഒരു കുടുംബത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ആ വ്യക്തി മുസ്ലിമാണോ എന്നതിനനുസൃതമായിട്ടാണ്. ഒരാൾക്ക് കുടുംബ പരമ്പരയുടെ സ്ഥാനവും ആനുകൂല്യവും ഇഷ്ടവും ലഭിക്കുക അയാൾ മുസ്ലിമാണോ എന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ട് വമൻ ജമഅ അല്ലാഹു ലഹു ബൈനഹുമാ, ആർക്കെങ്കിലും അല്ലാഹു മുസ്ലിം എന്ന തൗഫീഖും അഹ്ലുൽ ബൈത്ത് ആകുക എന്ന തൗഫീഖും നൽകിയിട്ടുണ്ട് എങ്കിൽ ഫഖദ് ജമഅ ലഹു ബൈനൽ ഹുസ്നയൈൻ, അയാൾക്ക് അല്ലാഹു രണ്ട് നന്മകളാണ്, രണ്ട് ഖൈറുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വമൻ ലം യുവഫിഖ് ലിൽ ഈമാൻ, വമൻ ലം യുവഫഖ് ലിൽ ഈമാൻ, ആർക്കെങ്കിലും അല്ലാഹു വിശ്വാസം എന്ന തൗഫീഖ് നൽകിയിട്ടില്ലെങ്കിൽ ഫഇന്ന ശറഫൻ നസബി ലാ യുഫീദു ഷൈആ, അയാൾക്ക് കുടുംബത്തിന്റെ സ്ഥാനം, കുടുംബ പരമ്പര, അതിന്റെ മഹത്വം ഒരിക്കലും ഉപകരിക്കുന്നതല്ല. അബൂ ത്വാലിബിന് അത് ഉപകരിച്ചിട്ടില്ല, അബൂലഹബിന് അത് ഉപകരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ സങ്കടമുള്ള അവിടുത്തെ വാപ്പക്ക് ഈ അഹ്ലുൽ ബൈത്തിന്റെ സ്ഥാനം ഉപകരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അവർ മുസ്ലിങ്ങളല്ലായിരുന്നു. മുസ്ലിം ആകുക എന്നത് അടിസ്ഥാന യോഗ്യതയാണ്. അത് പണ്ഡിതന്മാർ അഹ്ലുസ് സുന്ന ഈ വിഷയത്തിൽ ആദ്യം എടുത്തു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു, ആരെങ്കിലും തന്റെ അമലിൽ, വിശ്വാസത്തിൽ, മതത്തിൽ സാവധാനക്കാരനാണെങ്കിൽ, അതിൽ പിന്നോക്കം നിൽക്കുന്നവനാണെങ്കിൽ, അയാളുടെ കുടുംബ പരമ്പര അയാൾക്ക് ഒരിക്കലും വേഗതയുണ്ടാക്കുന്നതല്ല, ഉപകാരമുണ്ടാക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഈ അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്ന ഈ ഗണത്തിൽ ഒന്നാമത്തെ ഷർത്ത്, ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത്, അയാൾ മുസ്ലിം ആവണം, അയാൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവനാവണം. അത് ഒന്നാമത്തെ ഷർത്താണ്. ആ ഷർത്ത് ഉള്ളതോടൊപ്പം ഈ പറഞ്ഞ ഗണത്തിലുണ്ട് എങ്കിൽ അയാൾക്ക് അഹ്ലുൽ ബൈത്തിന്റെ നിശ്ചയിക്കപ്പെട്ടതായ മഹത്വങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന ആല അബി ഫുലാൻ ലൈസു ലി ബി ഔലിയാ, എൻ്റെ ബാപ്പയുടെ കുടുംബത്തിൽപ്പെട്ട ഇന്ന ഇന്ന ആളുകളുണ്ടല്ലോ, അവരൊന്നും എനിക്ക് ബന്ധമുള്ളവരല്ല, ഒരേറ്റൊന്നും എനിക്ക് ബന്ധമില്ല. വ ഇന്നമാ വലിയ്യി അല്ലാഹു വസാലിഹുൽ മുഅ്മിനൂൻ, എൻ്റെ വലി എന്ന് പറയുന്നത്, എൻ്റെ കൂട്ടുകാർ എന്ന് പറയുന്നത് അല്ലാഹുവും എന്നിൽ വിശ്വസിച്ച മുഅ്മിനുകളും മാത്രമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അഹ്ലുൽ ബൈത്തിനെ മാറ്റി നിർത്താൻ ഈ സംസാരത്തിൽ മുസ്ലിം ആവാത്തത് കാഫിറുകളായ
അഹ്ലുബൈത്തിൽ പെടാൻ സാധ്യതയുണ്ടായിരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തും മാറ്റി നിർത്താണ്. അവർക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് പറയാം. അതുകൊണ്ട് തങ്ങൾ കുടുംബമല്ലേ എന്നൊരു സ്ഥാനം കൊണ്ട് ആർക്കും എന്തും സ്ഥാനം കൊടുക്കാം എന്ന് അഹ്ലുസുന്ന പറയുന്നില്ല. ആ തങ്ങൾ കുടുംബം എന്ന് നമ്മുടെ മലയാള ഭാഷയിൽ പറയുന്നതാണ്. പണ്ഡിതന്മാർ ആ പ്രയോഗങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഓരോ നാട്ടിലും ഓരോ പ്രയോഗമാണ്. സയ്യിദന്മാർ എന്ന് പറയും, സാദാത്യങ്ങൾ എന്ന് പറയും, ഷെരീഫുകൾ എന്ന് പറയും. അങ്ങനെ പല പ്രയോഗങ്ങളും നാടുകളിലുണ്ട്. അതിൽ സയ്യിദ് എന്ന പ്രയോഗം നമ്മുടെ നാട്ടിലുമുണ്ട്, തങ്ങൾ എന്ന പ്രയോഗം നമ്മുടെ നാട്ടിലുണ്ട്. ആ പ്രയോഗത്തിന് അർഹനാവണമെങ്കിൽ ഒന്നാമത്തെ യോഗ്യത അയാൾ ഇസ്ലാം ഫോളോ ചെയ്യുന്നവനാവണം, ഇസ്ലാമിനെ പാലിക്കുന്നവനാവണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് അവിടുത്തെ ജീവിതത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയായിക്കഴിഞ്ഞാൽ അവർക്കുള്ള സ്ഥാനം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറഞ്ഞ നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ നിന്ന് കിനാന എന്ന് പറയുന്ന ഒരു പേരമകനെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബ പരമ്പര അത് നമുക്ക് ആദ്യം അറിയണം. മിനിമം അദ്നാൻ വരെയെങ്കിലും അറിയണം. അപ്പൊ ആ അദ്നാനിന്റെ പേരമക്കളിൽപ്പെട്ട കിനാന എന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. വസ്തഫ ഖുറൈശൻ മിൻ കിനാന. ഈ കിനാനയുടെ പേരമക്കളെ എണ്ണുമ്പോൾ അതിൽപ്പെട്ട ഖുറൈശി എന്നവരെ, ഫിഹ്ർ എന്നാണ് ഖുറൈശിന്റെ ശരിയായ പേര്, അദ്ദേഹത്തിന്റെ ലഖബാണ് ഖുറൈശി എന്ന് പറയുന്നത്. ആ ഫിഹ്ർ എന്നുള്ള ഖുറൈശി എന്നവരെ അല്ലാഹു കിനാനയുടെ മക്കളിൽ നിന്ന് തെരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം. ആ ഖുറൈശികൾക്ക് ഒരുപാട് മക്കളുണ്ട്, പേരമക്കളുണ്ട്, കുടുംബങ്ങളായി പൊട്ടിപ്പിടന്നു പോയി. അതിൽപ്പെട്ട ഹാഷിം കുടുംബത്തെ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം. ആ ഹാഷിം കുടുംബത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ തെരഞ്ഞെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ മൊത്തം വീക്ഷിക്കുന്നു. അതിൽ നല്ല കുടുംബ പരമ്പര അല്ലാഹു അന്വേഷിക്കുന്നു. ആ കുടുംബ പരമ്പരയിൽ ഹാഷിം കുടുംബത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. മനുഷ്യന്മാരുടെ സെറ്റിപ്പിന് മുമ്പ് തന്നെ. അത് ഈ ഹാഷിം കുടുംബത്തിലുള്ള മഹത്വമാണ്. ആ മഹത്വം കിട്ടണമെങ്കിലാണ് നമ്മൾ പറഞ്ഞത് അയാൾ മുസ്ലിം ആവണം. ആ മഹത്വം കിട്ടണമെങ്കിലാണ് പറയുന്നത് അയാൾ മുസ്ലിം ആവണം. അങ്ങനെ മുസ്ലിമാണ് എങ്കിൽ അയാൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിശ്ചയിച്ച മഹത്വമുണ്ട്. നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ തെരഞ്ഞെടുത്തു, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു, അല്ലാഹു ഒരാളെ സത്യസന്ധൻ എന്ന് രേഖപ്പെടുത്തി. ഇങ്ങനൊക്കെ പ്രയോഗങ്ങൾ ഹദീസിൽ കാണാം. അങ്ങനെ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥാനം കൊടുത്താൽ അതിന് കുറെ സ്വാധീനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ സിദ്ദീഖ് എന്ന്, ഒരാൾ സത്യം പറയുന്ന അവസരത്തിലെല്ലാം സത്യം മാത്രം പാലിച്ചാൽ അവസാനം അയാളെ അല്ലാഹു സിദ്ദീഖ് എന്ന് നാമകരണം ചെയ്യും. അങ്ങനെ ഒരാൾക്ക് സ്ഥാനം കിട്ടിയ അയാൾക്ക് ഖബറിൽ വിചാരണയില്ല. അത് അതിൻ്റെ അസറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതിന് കുറേ അനുബന്ധങ്ങളുണ്ട്. അതിൻ്റെ പിന്നിലായി കുറേ സ്ഥാനങ്ങൾ അയാൾക്ക് വരാനുണ്ട്. അതാണ് ബനു ഹാഷിം കുടുംബത്തിന് അഹ്ലുബൈത്തിന്റെ സ്ഥാനത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയത്. പക്ഷെ മുസ്ലിം ആവണം എന്ന കണ്ടീഷനുണ്ട്. മുസ്ലിം ആവണം എന്ന കണ്ടീഷൻ ആ വിഷയത്തിലുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാഷിം കുടുംബത്തെ തെരഞ്ഞെടുത്തു. അതിൽ ഖുറൈശികളെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുറൈശികൾക്ക് അല്ലാഹു നിശ്ചയിച്ച സ്ഥാനം പറഞ്ഞെടുത്തു. അൽ അഇമ്മതു മിൻ ഖുറൈശ്. ഇമാമുകൾ മുസ്ലിങ്ങൾക്ക് വരേണ്ടത് ഖുറൈശികളിൽ നിന്നാവണം. അത് ഖുറൈശികൾ അല്ലാഹു തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അനന്തര ഫലമായി വന്ന റിസൾട്ടാണ്. മുസ്ലിം ഉമ്മത്തിന് അറബികളും അനറബികളുമായിട്ട് സമൂഹം വന്നാൽ അതിൽ നേതാവേണ്ടത് അറബിയാവണം, അറബികളിൽ ഖുറൈശിയാവണം. അങ്ങനെയാണല്ലോ. ആരാവണം ഖലീഫ എന്ന ചർച്ചയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറഞ്ഞു. ഖുറൈശി ആവണം ഇമാം എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് പിന്നെ തർക്കമില്ല, അതിന് യോഗ്യൻ നിങ്ങൾ തന്നെ എന്നാണ്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിന്റെ നാമം നിർദ്ദേശിക്കുന്നത്. എല്ലാവരെയും ഇത്തിഫാക്കായി ഖുറൈശി ആയിരിക്കണം എന്ന ഒരു നിയമം ഇസ്ലാമിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഖുറൈശികളെ തെരഞ്ഞെടുത്തിന്റെ അസറാണ്. എന്ന പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനു ഹാഷിം കുടുംബത്തെ അല്ലാഹു തെരഞ്ഞെടുത്തു. അതിന്റെ അനന്തര ഫലമാണ് ഖിയാമത്ത് നാൾ വരെയുള്ള ഹാഷിം കുടുംബം ആദരിക്കപ്പെടണം എന്നത്, മുസ്ലിം ആവണം എന്ന നിബന്ധനയോടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖറജ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാതൻ. ഒരിക്കൽ ഒരു പ്രഭാതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു.
വഅലൈഹി മിർതുൻ മുറഹലുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോല് കൊണ്ടുള്ള പുതപ്പ്, രോമം കൊണ്ടുള്ള പുതപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്റെ ശരീരം മൂടിയിട്ടുണ്ട്. ഫജാഅൽ ഹസൻ ഇബ്നു അലി ഫഅദ്ഖല, ആ സന്ദർഭത്തിലാണ് വീട്ടിലേക്ക് ഹസൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ഹസൻ റളിയല്ലാഹു എന്ന് പറയുമ്പോൾ ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്ന സമയത്ത് 6 വയസ്സേ ഉള്ളൂ. അപ്പോൾ ചെറിയ കുട്ടിയാണ്. ആ ഹസൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. തുമ്മ ജാഅൽ ഹുസൈനു ഫദഖല മഅഹു, പിന്നെ അവിടേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ഈ പുതപ്പിന്റെ ഉള്ളിലേക്ക് ആക്കി. തുമ്മ ജാഅത് ഫാത്തിമതു ഫഅദ്ഖലഹാ, പിന്നീട് ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ മകൾ വന്നു. അവരെയും ഈ പുതപ്പിന്റെ ഉള്ളിലേക്ക് നബി പൊതിഞ്ഞു. തുമ്മ ജാഅ അലിയുൻ ഫഅദ്ഖല, പിന്നീട് അലി റളിയല്ലാഹു അൻഹു വന്നു. അവരെയും ഈ പുതപ്പിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പിടിച്ചു. തുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറകും തത്ഹീറ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നു. എന്താണ് അള്ളാഹു ഈ നിയമങ്ങളൊക്കെ പറഞ്ഞത്? അഹ്ലുബൈത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, അവരെ തുടർന്ന് മറ്റു മുഅ്മിനുകൾക്കും എന്നറിയിക്കുന്ന ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി. അപ്പൊ ഈ ഓത്തിൽ അഹ്ലുൽ ബൈത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മതവിധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നു. അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്കുള്ള ബാധ്യത പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അയാൾ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും നബിയുടെ കുടുംബത്തെ പറയിപ്പിക്കരുത്. സമുദായത്തിന് നേതാവേണ്ടവനാണ്. ഞാൻ നേതാവാണെന്ന് പറഞ്ഞില്ലെങ്കിലും ഉമ്മത്തിന്റെ നേതൃത്വത്തിലേക്ക് അഹ്ലുൽ ബൈത്ത് വരും. അതുകൊണ്ട് ഒരിക്കലും നബി കുടുംബത്തെ പറയിപ്പിക്കരുത് എന്നൊരു നിർദ്ദേശം അഹ്ലുൽ ബൈത്തിനോട് പണ്ഡിതന്മാർ നൽകുന്നുണ്ട്. അഹ്ലുൽ ബൈത്തിലേക്ക് ചേർക്കപ്പെടുന്ന വ്യക്തി ഒരിക്കലും ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ? ഈ പറയുന്ന ആയത്തുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ റസൂൽ അള്ളാഹു അഭിസംബോധന ചെയ്യുന്നു. നിങ്ങൾക്ക് ദുനിയാവ് വേണമെങ്കിൽ നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്ന് തലാഖ് വാങ്ങിപ്പോവാം. നിങ്ങൾക്ക് ആഖിറമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായി ജീവിക്കണം. അതിന്റെ പേരിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടോ ദുന്യവിയായ പ്രയാസമോ നിങ്ങൾ പ്രയാസമായി കാണരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഭാര്യമാരോട് അള്ളാഹു അഭിസംബോധന ചെയ്തപ്പം അവരൊന്നടങ്കം തെരഞ്ഞെടുത്തു, ഞങ്ങൾക്ക് ദീനും അള്ളാഹുവും റസൂലും മതി, ആഖിറം മതി എന്നവർ തെരഞ്ഞെടുത്തു. അത് അവരുടെ മഹത്വമാണ്. അതുപോലെ അവരോട് പ്രത്യേകം നിസ്കാരത്തിന്റെ വിഷയം അള്ളാഹു വസിയത്ത് ചെയ്യുന്നു. സക്കാത്ത് നൽകുന്നതിന്റെ വിഷയം വസിയത്ത് ചെയ്യുന്നു. അവർ വീട്ടിൽ അടങ്ങിയിരിക്കണമെന്ന പ്രത്യേകമായ വസിയത്ത് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ ഭാര്യമാർക്ക് അള്ളാഹു നൽകുന്നു. ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ കൊടുത്തിട്ട് ആ ഉപദേശങ്ങൾ അത്രയും കനപ്പെട്ടതാണ്. ഈ കനപ്പെട്ട ഉപദേശങ്ങൾ ഉള്ള ആയത്തുകൾക്ക് ശേഷം അള്ളാഹു അവസാനിപ്പിക്കുന്നതാണ്. ഇതിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചത് അഹ്ലുൽ ബൈത്തിനെ അവരെ നന്നാക്കാൻ വേണ്ടിയാണ്. അവരിലെ തിന്മകൾ, അവരിലെ അഴുക്ക് നീക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ഉപദേശങ്ങൾ നൽകിയത് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഹ്ലുൽ ബൈത്തിൽ ഇവരാണ് എൻ്റെ അഹ്ലുൽ ബൈത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ പണ്ഡിതന്മാർ പറഞ്ഞു, അഹ്ലുൽ ബൈത്ത് തന്നെ പല കാറ്റഗറി ആക്കുകയാണെങ്കിൽ അതിലേറ്റവും സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയാണ്. റസൂലുള്ള മുതലുള്ള എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ് അതിൽപ്പം ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മകളുടെ 2 മക്കൾ ഹസൻ, ഹുസൈൻ, അതിലേക്ക് അലി റളിയല്ലാഹു അൻഹും ചേർക്കപ്പെട്ടു. അതുകൊണ്ട് അഹ്ലുൽ ബൈത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറയും ഫാത്തിമ റളിയല്ലാഹു അൻഹക്കാണ്, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവർക്കാണ്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നിവർക്കാണ്. അതിൽ സംശയമൊന്നുമില്ല. അതിന്റെ പേരിൽ ഷിയാക്കൾ അതിരുവിട്ട് എന്നിടത്താണ് അഹ്ലുസുന്ന അവരെ ചോദ്യം ചെയ്തത്. അതിന് തെളിവ് ഈ ആയത്താണ്. ഏത്? ഇവർക്ക് പ്രത്യേകം സ്ഥാനമുണ്ട് എന്നതിന്റെ തെളിവ് ഈ ആയത്തിൽ റസൂലിന്റെ ഭാര്യമാരാണ് ആദ്യം ഉൾപ്പെടുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു ഈ വിഷയങ്ങൾ മുഴുവൻ പറഞ്ഞത്. എന്നിരിക്കെ തന്നെയും ആ ആയത്തിന്റെ പരിധിയിൽ ഇവർ ഉൾപ്പെടുന്നു. ഹസൻ, ഹുസൈൻ എന്ന് പറഞ്ഞ ഭാര്യമാരെന്ന ഗണത്തിലല്ലല്ലോ വരുന്നത്, പക്ഷെ ഇവരും ഉൾപ്പെടുന്നു എന്ന അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പറഞ്ഞ ആയത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഫിഅൽ കൊണ്ട്, തന്റെ ചെയ്തി കൊണ്ട് ശറഹ് ചെയ്യണം, വിശദീകരിക്കാൻ. അപ്പൊ ഇവരതിൽ ഉൾപ്പെടുമെന്ന് കിട്ടുന്നു. മറ്റൊരു വിഷയത്തിൽ നമുക്ക് കാണാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലമ്മാ നസലത് ഹാദിഹിൽ ആയ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഫഖുൽ തആലൂ നദഉ അബ്നാഅനാ വഅബ്നാഅകും
ജൂതന്മാരോടുള്ള മുബാഹലയുടെ ആയത്ത്. നിങ്ങളുടെ മക്കളെ വിളിക്കൂ ജൂതന്മാരെ, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ വിളിക്കാം, നമുക്ക് മുബാഹല നടത്താം, പരസ്പരം ശാപപ്രാർത്ഥന നടത്താം. ആരാണ് തിന്മയുടെ ആളുകളെങ്കിൽ അവർ നശിക്കട്ടെ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യാം. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് അഹ്ലു കിതാബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെല്ലുവിളിക്കാൻ അള്ളാഹ് ഒരു ആയത്തിറക്കി. ആ ആയത്തിറങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയൻ വഫാത്തിമത വഹസൻ വഹുസൈന, ഇവർ 4 പേരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഹൗലാഇ അഹ്ലി ബൈത്തി, അല്ലാഹുവേ ഇവരാണ് എൻ്റെ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരല്ലാത്തവരില്ല എന്നല്ല, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ആരൊക്കെയുണ്ട്? അതിലേറ്റവും സ്ഥാനമർഹിക്കുന്നവർ എന്ന അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം ചെയ്തത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൽപ്പെട്ട മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, വളരെ ശ്രദ്ധേയമായ ഹദീസ്. അതാണ് ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കേണ്ട വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രസംഗം സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സന്ദർഭത്തിൽ 2 താബികൾ പോയിട്ട് ഹദീസ് ചോദിച്ചപ്പം എനിക്ക് വല്ലാതൊന്നും ഇപ്പോൾ ഹദീസ് ഓർമ്മ വരുന്നില്ല, ഞാൻ എൻ്റെ ആയ കാലത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ അതിമ്മൽ നിന്നോളൂ, എന്നെക്കൊണ്ട് ഇപ്പം നിർബന്ധിച്ച് പറയിപ്പിച്ച് എന്നെക്കൊണ്ട് തെറ്റ് പറയിപ്പിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞ ഒരാമുഖത്തോടെ സംസാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുള്ള ഒരു ഹദീസ് അദ്ദേഹം ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്താണെന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് മുമ്പിൽ ഖുതുബ നടത്തി. അലാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഫഇന്നമാ അന ബശറുൻ യൂശികു അൻ യഅതി റസൂലു റബ്ബി ഫഉജീബ്, ഞാനൊരു മനുഷ്യനാണ്, അള്ളാഹുവിൻ്റെ ദൂതൻ മലക്കുൽ മൗത്ത് എന്നെ സമീപിക്കാറായിട്ടുണ്ട്. ആ സമീപിച്ചു കഴിഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്ത് മരണപ്പെടാനുള്ള അവസരമായിട്ടുണ്ട്. അനതാരിക്കും ഫീക്കും സഖലൈൻ, 2 ബലവത്തായ കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചു പോകുന്നു, ഏൽപ്പിച്ചു പോകുന്നു. അവ്വലുഹുമാ കിതാബല്ലാഹ്, അതിൽ ഒന്നാമത്തത് അല്ലാഹുവിൻ്റെ കിതാബാണ്. ഫീഹിൽ ഹുദാ വന്നൂർ, അതിൽ സന്മാർഗ ദർശനമുണ്ട്, ഹിദായത്തുണ്ട്. ഫഖുദൂ ബികിതാബില്ലാഹ്, ആ ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വസ്തംസികൂ ബിഹി, അതിനെ നിങ്ങൾ മാറോട് ചേർത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രമാണമായി മാറ്റുക. ഫഹത്ത അലാ കിതാബില്ലാഹി വറഗബ ഫീ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആനിനെ കുറിച്ച് കുറേ പ്രേരിപ്പിച്ച് സംസാരിച്ചു. തുമ്മ ഖാല, എന്നിട്ട് രണ്ടാമത്തെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ സന്ദർഭത്തിൽ, വ അഹ്ലു ബൈതി ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അഹ്ലു ബൈത്തിന്റെ വിഷയം ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അവരോടുള്ള ഹക്കിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത്, അവരോടുള്ള ബാധ്യതയിൽ നിങ്ങൾ കുറവ് വരുത്തരുത്. എൻ്റെ അഹ്ലു ബൈത്തിനെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം വസിയ്യത്ത് ചെയ്യുന്നു എന്ന രണ്ടാമത്തെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗത്തിൽ പറഞ്ഞു എന്നാണ്. വേറെ റിപ്പോർട്ട് കാണാം, മറ്റൊരു സന്ദർഭത്തിൽ ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിന് ഖുർആനിന്റെ കൂടെ സുന്നത്തിനെ പറഞ്ഞു. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഈ ഉമ്മത്ത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഖുർആൻ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്ത് അതിലേക്ക് ചേർത്ത് പറയപ്പെട്ടതാണ്. ഈ ഉമ്മത്ത് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത, അവഗണിക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്. അവരെ ആദരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, എൻ്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ ഞാൻ നിങ്ങൾക്കിതാ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹിനെ ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുന്നു എൻ്റെ അഹ്ലു ബൈത്തിന്റെ വിഷയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ ഹദീസിനെ വിശദീകരിച്ചെടുത്ത് മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇത് അഹ്ലു സുന്നക്ക് മുസ്ലിങ്ങൾക്ക് അള്ളാഹിൻ്റെ വസിയ്യത്തായിരുന്നു. ഈ വസിയ്യത്ത് പക്ഷേ അഹ്ലു സുന്ന ഏറ്റെടുത്തപ്പോൾ ഇതിനെ നശിപ്പിച്ചതാരാന്നറിയോ? ഈ വസിയ്യത്തിനെ കാറ്റിൽ പറത്തിയവർ ആരാണെന്ന് അറിയുമോ? അവർ ഷിയാക്കളാണ്. ഷിയാക്കൾ പറയുമ്പോൾ അഹ്ലു ബൈത്തിന്റെ പേരും പറഞ്ഞ് വന്ന ആൾക്കാരാണ്. എന്നാൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വഅബ്അദുൻ നാസി അൻ ഹാദിഹിൽ വസിയ്യതി അർറാഫിളതു, ഈ വസിയ്യത്തിൽ നിന്ന് വിദൂരമായത് അത് റാഫിളത്താണ്. ഈ വസിയ്യത്തിൽ നിന്ന് അതിവിദൂരമായി നിൽക്കുന്നത് അത് റാഫിളത്താകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു. എന്തുകൊണ്ട്? ഫഇന്നഹും യുആദൂനൽ അബ്ബാസ വദുർരിയത, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഈ ഷിയാക്കൾ ശത്രുക്കളായി കണ്ടു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയും ചരിത്രത്തിൽ ശത്രുക്കളായി കണ്ട ആളുകളുണ്ടെങ്കിൽ അത് ഷിയാക്കളാണ്.
അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വസിയത്തിൽ ഉൾപ്പെട്ട അഹ്ലുബൈത്താണ്. ഓർക്കാകെ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ അലി, ഹസൻ, ഹുസൈൻ, ഫാത്തിമ റളിയല്ലാഹു അൻഹും ഇവരേ ഉള്ളൂ. ബാക്കി ആരും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇവരെ 4 ആളെ മാത്രമല്ല, ഈ നമ്മൾ നേരത്തെ പറഞ്ഞവരൊക്കെ ആ അഹ്ലുബൈത്തിൽ പെടും. ആ അഹ്ലുബൈത്തിൽ ഉൾപ്പെടും എന്നാണെങ്കിൽ അതെല്ലാം അഹ്ലുസുന്ന ഏറ്റെടുത്തു. ഷിയാക്കൾ അതിൽ ഒരു ഭാഗം പിടിച്ചിട്ട് മറ്റൊരു ഭാഗത്തെ മുഴുവനായി നശിപ്പിച്ചു. അവർ ശത്രുക്കളായി കണ്ടു. അതുകൊണ്ട് ഈ 4 ആളുകളെ ഒഴിച്ച ബാക്കി ഭൂരിപക്ഷം അഹ്ലുബൈത്തിനോടും ശത്രുത പ്രഖ്യാപിച്ചത് ഷിയാക്കളാണ്. ആ മറ്റു അഹ്ലുബൈത്തിനെ നശിപ്പിക്കുന്നിടത്ത് കാഫിറുകൾക്ക് സഹായം ചെയ്തത് ഷിയാക്കളാണ് എന്ന് അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് അഹ്ലുബൈത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടുത്തൊരു ഹദീസ് കാണാം, കുല്ലു സബബിൻ വനസബിൻ മുൻഖതിഉൻ യൗമൽ ഖിയാമത്തി ഇല്ലാ സബബി വനസബി. ആഖിറത്തിൽ എല്ലാ കുടുംബ ബന്ധങ്ങളും മുറിയുമ്പോഴും എൻ്റെ കുടുംബ ബന്ധം ആഖിറത്തിൽ മുറിയുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ്. അഹ്ലുബൈത്തിനുള്ള സ്ഥാനമാണ്. എല്ലാ പരമ്പര കുടുംബങ്ങളും ആഖിറത്തിൽ മുറിയുമ്പോഴും എൻ്റെ കുടുംബ പരമ്പര ആഖിറത്തിൽ മുറിയുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ അവിടുന്ന് അഹ്ലുബൈത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ കുടുംബം ചേർക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബം ചേർക്കലാണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഉർഖുബു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഹ്ലി ബൈതിഹി. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അന്വേഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്തുള്ളതല്ല ഈ സംസാരം. അവിടുത്തെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, നിങ്ങൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾക്ക് സ്നേഹബന്ധം പുലർത്തണോ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അത് നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ നാട്ടിലുണ്ട് എന്നറിയുമ്പോൾ, അദ്ദേഹം മുഅ്മിനാണെന്നറിയുമ്പോൾ അതിൽ സന്തോഷിക്കുക എന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഭാഗമായിട്ടാണ് അഹ്ലുസുന്ന സൂചിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഹസൻ റളിയല്ലാഹു അൻഹു കുട്ടികളുടെ കൂടെ കളിക്കുന്നത് കണ്ടു. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് തന്റെ തോളിലേറ്റി ഇരുത്തിയിട്ട് പറഞ്ഞു, ബി അബി ശബീഹും ബിൻ നബി ലാ ശബീഹും ബി അലി. ഹസനെ, നിനക്ക് നിന്റെ വെല്ലിപ്പയുടെ ഛായയാണുള്ളത്, അലിയുടെ ഛായയല്ല എന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ലാളിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരിച്ചത് കണ്ട് അലി റളിയല്ലാഹു അൻഹു ചിരിച്ചു എന്നാണ്. ഇതിന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രത്തോളം തൻ്റെ ജീവിതകാലത്ത് അഹ്ലുബൈത്തിൽപ്പെട്ട വ്യക്തിയെ പരിഗണിച്ചിരുന്ന അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് അഹ്ലുബൈത്തിൽപ്പെട്ട മുഅ്മിനായ ഒരാളെ ആദരിക്കേണ്ടത്, അതിൻ്റെ ഒരു ഉദാഹരണത്തിലാണ് ഈ പെടുന്നത്. നമ്മൾ നമ്മളെ മക്കളെ ലാളിക്കും, നമ്മൾ നമ്മുടെ കുടുംബക്കാരെ പരിഗണിക്കും എന്നതിലപ്പുറം അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മുഅ്മിനായ ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് സൈഡാക്കേണ്ട ഒരു ഗണത്തിലല്ല ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇതാണ് അഹ്ലുസുന്ന ആ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അമലായ ഒരു രൂപമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞിട്ടുള്ള വിഷയം നമ്മൾ കാണുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഹിജറ 17 18 ആയി വരൾച്ച സംഭവിച്ച സന്ദർഭത്തിൽ മഴയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അന്താളിച്ച് നിൽക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ജനങ്ങൾ മരിച്ചു വീഴുന്നു, മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. അല്ലാത്തൊരവസ്ഥ തൻ്റെ നാട്ടിൽ പ്രതിസന്ധി രൂപപ്പെട്ട സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു നിൽക്കുമ്പോഴാണ് ചിലരുടെ നിർദ്ദേശം, അപ്പോഴാണ് നമുക്ക് മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കണ്ടേ. ഉമർ റളിയല്ലാഹുവിൻ്റെ അവസ്ഥ അത്രയും ഭീകരമായിരുന്നു ആ സന്ദർഭത്തിൽ, മാനസികാവസ്ഥ. ഞാൻ എന്ത് ചെയ്യും എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി എന്ന ആശങ്കയിലാണ്. അപ്പോഴാണ് ചിലർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് ഓർമ്മിപ്പിച്ചു, നമുക്ക് മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ ഒന്നിച്ചു കൂട്ടി. ജനങ്ങളെ ഒന്നിച്ചു കൂട്ടിയപ്പോൾ ഇമാമത്ത് നിർത്തിയത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ എന്തിനു നിർത്തി? ആ സമയത്ത് ഏറ്റവും ശ്രേഷ്ഠർ ഉമർ റളിയല്ലാഹു അൻഹു, സംശയമില്ല. ആ സമയത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠം അത് ഉമർ റളിയല്ലാഹു അൻഹുവാണ് എന്നതിൽ സംശയമില്ല. അതിൽ അഹ്ലുസുന്ന ഏകോപിച്ചിരിക്കുന്നു. അത് ഉമർ റളിയല്ലാഹു അൻഹുവിനും അറിയാത്ത വിഷയമല്ല, അതിൽ അദ്ദേഹത്തിന് കിബറുമില്ല. പക്ഷെ അദ്ദേഹം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ എന്തിനാണ് ഇമാമത്ത് നിർത്തിയത്? അത് അദ്ദേഹത്തിന്റെ ദുആയിലുണ്ട്. പണ്ട് അഹ്ലുസുന്ന അതിനെ സൂചിപ്പിച്ചു,
അദ്ദേഹം ദുആ ചെയ്തത് അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്കീനാ, ഞങ്ങൾ നിന്റെ നബിയെ വെച്ച് അല്ലാഹുവേ നിന്നോട് തവസ്സുൽ ചെയ്തപ്പോൾ നീ ഞങ്ങൾക്ക് മഴ നൽകി. വ ഇന്നാ നതവസ്സലു ഇലൈക ബി അമ്മി നബിയിനാ, ഇന്നിതാ ഞങ്ങൾ ഞങ്ങളുടെ നബിയുടെ അമ്മിനെ കൊണ്ട് എളാപ്പയെ വെച്ചിട്ടാണ് ഞങ്ങൾ തവസ്സുൽ ചെയ്യുന്നത്. അവിടെ അമ്മിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ എളാപ്പയുടെ പ്രാർത്ഥന കൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് വേണ്ടി അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന റസൂലുള്ളാഹിന്റെ കുടുംബക്കാരൻ പ്രാർത്ഥിച്ചത് അല്ലാഹുവേ സ്വീകരിക്കണേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവും പ്രാർത്ഥിച്ചു. അതാണ് അവിടെ ഉണ്ടായതല്ലാതെ അക്കിജാവ് വർക്കത്തോണ്ടുള്ള തവസ്സുലല്ല. അങ്ങനെ ഒന്നും സ്ഥിരപ്പെട്ടിട്ടുമില്ല പ്രമാണത്തിൽ. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്തിനാ ഇമാമത്ത് നിർത്തിയത്? അഹ്ലുബൈത്തിനോടുള്ള ആദരവിന്റെ ഭാഗമായിരുന്നു എന്ന് പണ്ഡിതന്മാർ അവിടെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ബൈത്തുൽ മാലിൽ നിന്ന് സമ്പത്ത് കൊടുക്കേണ്ട കുറേ ആൾക്കാരുണ്ട്. ഖലീഫക്കുണ്ട്. ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിന് ബൈത്തുൽ മാലിൽ നിന്ന് ഒരു വിഹിതം ഉണ്ടാവും. അങ്ങനെ ബൈത്തുൽ മാലിൽ വിഹിതം നൽകപ്പെട്ട ആളുകളാണ് അഹ്ലുൽ ബൈത്ത്. നമ്മൾ പറഞ്ഞു അഹ്ലുൽ ബൈത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ സക്കാത്ത് വാങ്ങാൻ പാടില്ല. അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ അനുവദിച്ചിട്ടുള്ള ആനുകൂല്യം എന്ന് പറയുന്നത് ഗനീമത്ത് സ്വത്ത് 5 ഓഹരിയാക്കിയാൽ അതിൽ ഒരു ഓഹരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളതാണ്. ഗനീമത്ത് സ്വത്തായി കിട്ടുന്നത് 5 ഓഹരിയാക്കിയാൽ ഒരു ഓഹരി റസൂലുള്ളാഹിക്കും കുടുംബത്തിനുള്ളതാണ്. അങ്ങനെ ഒരു ഓഹരി അഹ്ലു ബൈത്തായ ആർക്കും ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിക ലോകത്തുണ്ട്. അപ്പോൾ അവിടെ ഇസ്ലാമികമായി അഹ്ലു ബൈത്തുൽ മാലിൽ നിന്ന് സമ്പത്ത് ക്രോഡീകരിക്കേണ്ട സമ്പത്തിന്റെ കണക്കെഴുതിയപ്പം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ആദ്യം അഹ്ലു ബൈത്തിന്റെ പേര് എഴുതണം. അല്ല നിങ്ങളല്ലേ ഖലീഫ, ഞാനൊക്കെ എത്രയോ പിന്നിലാണ്, അള്ളാഹു സ്ഥാനം കൊടുത്തവർക്കാണ് ഞാനും സ്ഥാനം കൊടുക്കുന്നത്, അതുകൊണ്ട് ആദ്യം കണക്കിലും ലിസ്റ്റിലും അഹ്ലു ബൈത്തിന്റെ പേരെഴുതണം എന്ന് തൻ്റെ അപ്പൊ ഈ സമീപനത്തിന്റെ ചില ഉദാഹരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക കോണിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് ചിലത് കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു അമലാക്കിയിട്ടുള്ളൊരു വിഷയമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മറ്റൊരു സംഭവം ദഹബി റഹിമഹുല്ലാഹ് സിയറിൽ സൂചിപ്പിച്ച് നമുക്ക് കാണാം. കാനല അബ്ബാസു ഇദാ മർറ ബി ഉമറ ഔ ബി ഉസ്മാൻ, അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അരികിലൂടെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് പോവുകയാണെന്ന് വെച്ചാൽ, ഇവരാണെങ്കിൽ കഴുതപ്പുറത്തോ വാഹനപ്പുറത്തോ സഞ്ചരിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടാൽ ഇവർ വേഗം വാഹനത്തുമെന്ന് ഇറങ്ങുന്നതാണ്. എന്ത് കാരണത്താൽ? ഇജ്ലാലൻ ലി അമ്മി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പിന്നെ അമ്മിന്റെ റസൂലുള്ളാഹിന്റെ പിതൃവ്യനോടുള്ള പിതൃ സഹോദരനോടുള്ള മാന്യത, ആദരവ് കാരണത്താൽ, റസൂലുള്ളാഹിന്റെ യളാപ്പയോടുള്ള ആദരവ് കാരണത്താൽ ആ വണ്ടി വാഹനത്തു നിന്നാണ്ട് ഇറങ്ങിയിട്ട് ഒരു നടക്കണം. അത്ര മേലൊന്നുമില്ലല്ലോ നമ്മൾ. അപ്പൊ അഹ്ലു ബൈത്തിന് എന്താ നമ്മുടെ ഇടയിലുള്ള സ്ഥാനം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ആ സ്ഥാനം. ആ സ്ഥാനം അഹ്ലുൽ ബൈത്തിന് അള്ളാഹിന്റെ റസൂൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റസൂലിനോടുള്ള സ്നേഹം വെളിപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ്, നമുക്കുള്ള പരീക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള സ്നേഹം വെളിപ്പെടാൻ, അത് പ്രകടിപ്പിക്കാനുള്ള ഒരവസരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മുടെ ഇടയിൽ വിട്ടേച്ചു പോയി എന്നത്. അതുകൊണ്ട് 2 സക്കലകൾ ഭാരങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു കാര്യം വാസിത്തിയയിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മുസ്ലിങ്ങളുടെ അഹ്ലുസുന്നയുടെ അഖീദ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, വയുഹിബ്ബൂന അഹ്ല ബൈത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്ലുസുന്ന റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെ ഇഷ്ടപ്പെടുന്നു. വയതവല്ലൗനഹും, അവരുടെ കാര്യം ഏറ്റെടുക്കുന്നു. വയഹ്ഫദൂന ഫീഹിം വസിയ്യത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നൽകിയ ആ വസിയ്യത്തുണ്ടല്ലോ അത് അഹ്ലുൽ ബൈത്തിന്റെ വിഷയത്തിൽ അഹ്ലുസുന്ന കാത്തു സംരക്ഷിക്കുന്നു, അവർ അതിനെ വല്ലാതെ പരിഗണിക്കുന്നു എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഈ അഹ്ലുൽ ബൈത്തിനോട് അതിൽ ശത്രുത വെച്ച ശിയാക്കളെ പോലെയോ പൂർണ്ണമായും എല്ലാ അഹ്ലു ബൈത്തിനോടും ശത്രുത വെച്ച നവാസിബിനെ പോലെയോ അഹ്ലുസുന്ന പെരുമാറുകയില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അഹ്ലു ബൈത്തിനോടുള്ള നമ്മുടെ ബാധ്യത എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ഉത്തരം. ഇബ്നു ബാസ് റഹിമഹുള്ളയോട് അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് ഫത്വ ചോദിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അഹ്ലു ബൈത്ത് ഉണ്ടോ? അതുപോലെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരോട് നിങ്ങൾക്കുള്ള ഉപദേശം എന്താണ്? ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് നൽകിയ ഫത്വയിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ നാട്ടിൽ അഹ്ലുൽ ബൈത്ത് ഉണ്ട്. അങ്ങനെ അഹ്ലുൽ ബൈത്ത് ഉള്ളവർ ഉണ്ട് എങ്കിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ട് എങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം അലൈഹിം തഖ്വല്ലാഹ്, അവർ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വഅല്ലാ യഅ്കുലു ബിഹാദൻ നസബി മിൻ അംവാലിൻ നാസ്, ഇതിന്റെ പേരിൽ ജനങ്ങളുടെ പണം അവർ തിന്നരുത്.
ബല അലൈഹിം അയ്യഹ്ദുറു മാ ഹറമല്ലാഹു അലൈഹിം, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെല്ലാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടവരാണ് അഹ്ലു ബൈത്തിൽപ്പെട്ടവർ. വഅയ്യകൂനു മിൻ അബ്അദിൻ നാസി അൻ കുല്ലി ശർ, മറ്റുള്ളവരെക്കാളും ഏതൊരു പാപത്തിൽ നിന്നും അവരാണ് കൂടുതലായി വിട്ടു നിൽക്കേണ്ടത്. ലഅന്ന ഹാദൻ നസബ ശരീഫ ജദീറുൻ ബി അൻ യുഹ്തറം, കാരണം ഈ പരമ്പരയുണ്ടല്ലോ, കുടുംബ പരമ്പരയുണ്ടല്ലോ, അത് ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് മറ്റുള്ളവർ മാത്രം ആദരിച്ചാൽ പോരാ, അഹ്ലുബൈത്ത് പെട്ടോനും ആ പരമ്പരയെ ആദരിക്കണം. ഞാൻ എൻ്റെ റസൂലിനെ പറയിപ്പിക്കരുത്, എൻ്റെ കുടുംബത്തെ ഞാൻ പറയിപ്പിക്കരുത് എന്ന് ഒരു തങ്ങളായിട്ടാണല്ലോ ഇങ്ങനൊക്കെ ചെയ്യുന്നത് എന്ന് പറയിപ്പിച്ചാൽ അയാൾക്ക് അതിൻ്റെതായ പാപമാരമുണ്ടാകും എന്ന് ഷെയ്ഖ് റഹിമഹുല്ലാഹ് സൂചിപ്പിച്ചു. വഅല്ലാ യതഅക്കല ബിഹി സാഹിബു, ഇതിന്റെ പേരിൽ അയാൾ ഭക്ഷണം കഴിക്കരുത്, ഇതിന്റെ പേരിൽ അയാൾ പണം വസൂലാക്കരുത്, അള്ളാഹു അനുവദിച്ചതല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ ശേഷം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ആ വിഷയത്തിൽ നമ്മോട് സൂചിപ്പിച്ചു, അവർക്ക് ആനുകൂല്യമായി അള്ളാഹുവും റസൂലും അനുവദിച്ചതെന്തുണ്ടോ അത് മുടങ്ങാതെ അവർക്ക് എത്തിക്കണം. ചിലപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. അങ്ങനെ ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥയും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, അഹ്ലുബൈത്തിന് എന്ത് ആനുകൂല്യമാണോ ഇസ്ലാമിലുള്ളത് അതവർക്ക് എത്തിച്ചു കൊടുക്കുന്നിടത്ത് നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കുടുംബം അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അവരെ അറിയലും അവരെ ആദരിക്കലും അവരുടെ സ്ഥാനം മനസ്സിലാക്കലും ഒരു മുസ്ലിമിന് ബാധ്യതപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നീതി കൊടുക്കണം, അവർക്ക് നൽകാനുള്ള ആദരവ് നൽകണം. മാനുഷികമായ തെറ്റുകൾ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് സംഭവിക്കുന്ന തെറ്റിനേക്കാളും ഇയാൾക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ തങ്ങളാണെന്ന അടിസ്ഥാനത്തിൽ അയാൾക്ക് മാനുഷികമായ വിഷയങ്ങളാണെങ്കിൽ മാപ്പ് കൊടുക്കണം എന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് വിശദീകരിക്കാൻ. തങ്ങളാണല്ലോ, റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട ആണാണല്ലോ എന്ന അടിസ്ഥാനത്തിൽ മാനുഷികമായി ചിലപ്പോൾ നമ്മളെല്ലാവർക്കും മാപ്പ് കൊടുക്കും. അതിൽ കൂടുതൽ അവകാശപ്പെട്ടത് അല്ലെങ്കിൽ അതിൽ നമുക്ക് റസൂലിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗം പ്രകടിപ്പിക്കാൻ നമുക്കുള്ളൊരു അവസരമാണ്. ആ അവസരത്തിൽ നമ്മോട് എതിർത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നമുള്ളത് ഒരു തങ്ങളുടെ ഭാഗത്താണെങ്കിൽ അയാൾക്ക് ആ വിഷയത്തിൽ മാപ്പ് കൊടുക്കുക എന്നുള്ളത് മതത്തിന്റെ വിഷയത്തിലല്ല, അയാളുടെ വ്യക്തിപരമായ ദൗർബല്യങ്ങളോ ന്യൂനതകളോ അത് ഒരു റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് എന്ന അടിസ്ഥാനത്തിൽ ഒരാൾ അതിനെ പ്രത്യേകം ഗൗനിച്ചാൽ അയാൾക്കതിന് പ്രതിഫലമുണ്ട്. കാരണം എന്താ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അങ്ങനെ തുടങ്ങി അഹ്ലുബൈത്തിനോടുള്ള മറ്റുള്ളവരുടെ ബാധ്യതകൾ എന്താണ് എന്നും ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് വീണ്ടും വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഅ്മിനായിക്കൊണ്ട് നേരത്തെ പറയപ്പെട്ട ആ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവർക്ക് അഹ്ലുബൈത്താണ്. അവർ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ ഉണ്ട്, കേരളത്തിൽ അഹ്ലുബൈത്ത്. അവരുടെ ഈമാനിനെ പരിഗണിക്കണം, ഈമാനിനെ പരിഗണിച്ച് അവരുടെ മതബോധത്തെ പരിഗണിക്കണം. എങ്കിൽ ആ മതബോധമുള്ള ഈമാനുള്ള എല്ലാ മുഅ്മിനുകളെയും മറ്റു മുഅ്മിനുകൾ ആദരിക്കുമ്പോൾ അതിൻ്റെ മേലെ ഒരു സ്റ്റെപ്പ് മുന്നിലായിരിക്കണം ആ മുഅ്മിനായ അഹ്ലുൽ ബൈത്തിനോട് നമുക്കുള്ള സ്ഥാനം. അവരെ സ്നേഹിക്കുന്നിടത്തും അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നിടത്തും അവരെ ആദരിക്കുന്നിടത്തും പരിഗണിക്കുന്നിടത്തും വിട്ടുവീഴ്ച ചെയ്യുന്നിടത്തും ഒരു സാധാരണ മുഅ്മിനിനേക്കാൾ അഹ്ലുബൈത്തിന് സ്ഥാനം കൊടുക്കുന്നതിൽ ഇസ്ലാമിൽ അന്യമായ ഒരു കാര്യമല്ല. അത് ഇസ്ലാമിൽ പെട്ടതാണ്, അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്, അത് നമ്മുടെ ഹബീബ് നമുക്ക് നൽകിയ വസിയ്യത്താണ്. എന്നാൽ ഇതിന്റെ പേരിൽ പണം പിടുങ്ങുന്ന, ഇതിന്റെ പേരിൽ സകല ശിർക്കിനെയും ബിദ്അത്തിനെയും ജനങ്ങൾക്കിടയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന വിഷയം അതും പണ്ഡിതന്മാർ താക്കീത് ചെയ്തിട്ടുണ്ട്. അതിന് ആരെങ്കിലും അഹ്ലുബൈത്തുകാർ ദുരുപയോഗപ്പെടുത്തുകയോ ഷിയാക്കൾ ചെയ്തതുപോലെ അതിൽ അവർ കുറ്റക്കാരല്ല. ഇനി അതിൽ ഏതെങ്കിലും അഹ്ലുബൈത്തുകാരൻ സ്വയം വിധേയനാവുകയോ ചെയ്താൽ അയാൾക്ക് അതിൻ്റെതായ കുറ്റം അയാൾ പേറേണ്ടി വരും എന്നതും അഹ്ലുസുന്ന ഈ വിഷയത്തിൽ താക്കീത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അഹ്ലുബൈത്തിനെ സംബന്ധിച്ച് എന്താണ് അഹ്ലുസുന്നക്കുള്ള നിലപാട് അത് നമ്മൾ അറിയുക. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിട്ടുപോയ ഭാഗങ്ങളുണ്ടെങ്കിൽ അത് നികത്തി തിരുത്തി നമുക്ക് മുന്നോട്ട് പോവാം. മുഅ്മിനുകളായ തൗഹീദുള്ള ആളുകൾ അഹ്ലുബൈത്തിൻ്റെതായി നമുക്കറിവുണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരിക എന്നത് പോലും നമ്മുടെ റസൂലിനോട് നമുക്കുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ആ വ്യക്തിക്ക് അവിടെയുള്ള സ്ഥാനമെന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ് അദ്ദേഹം എന്നുള്ളതാണ്. ഇത് ചില്ലറ വിഷയമല്ല. ഇത് എത്രത്തോളം ഗൗരവമാണ് ഈ വിഷയം എന്നത് ഇത് കേട്ട അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് എന്നത് അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ നമുക്ക് തന്നെ കാര്യങ്ങൾ ബോധ്യമാവും. അഹ്ലുബൈത്തിന്റെ വിഷയത്തിൽ പറ്റി അതിര് കവിഞ്ഞ ഒരവസ്ഥയും ഇവിടെ കാണാം. അഹ്ലുബൈത്തിന്റെ വിഷയത്തിൽ
പറ്റേ നിസാരവൽക്കരിച്ച ഒരു അവസ്ഥാവിശേഷവും നമുക്ക് കാണാം. അഹ്ലുസുന്നത്തി അതിന് രണ്ടിനും നടുക്കാനുള്ളത്. അഹ്ലുൽ ബൈത്തിന് അള്ളാഹുവിന്റെ റസൂൽ നൽകിയ സ്ഥാനങ്ങൾ അവർ അംഗീകരിക്കുന്നു. അതനുസരിച്ച് ഏത് ഏരിയകളിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രമാണങ്ങളുടെ കൂടെ എണ്ണി പറഞ്ഞ അഹ്ലുൽ ബൈത്തിനെ അവർ ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നു. അറിയാവുന്നിടത്തൊക്കെ അവർക്ക് സ്ഥാനം നൽകുന്നു, അവരെ സഹായിക്കുന്നു, അവരോട് സഹകരിക്കുന്നു, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നു. ഇത് ഒരു മുസ്ലിമിന് ആ കുടുംബത്തിലേക്ക് ചേരാൻ തൗഫീഖ് നൽകപ്പെടാത്ത ഒരു മുസ്ലിമിന് ആ കുടുംബത്തിലേക്ക് തൗഫീഖ് നൽകപ്പെട്ട, ഇതാരുടെയും പ്രത്യേക തെരഞ്ഞെടുപ്പ് ഭാഗമല്ലല്ലോ ഞാൻ അഹ്ലുൽ ബൈത്തിൽ ജനിക്കണോ അല്ലേ എന്നുള്ളത്. അത് അള്ളാഹു ഓരോരുത്തർക്ക് കൊടുക്കുന്ന ഫضല. എല്ലാവർക്കും അള്ളാഹു ഒരു ഫضല് കൊടുത്ത് എല്ലാവരും മുഅ്മിനീകളാക്കി എന്നുള്ളത്. ഈ മുഅ്മിനീങ്ങൾക്കിടയിൽ വീണ്ടും അള്ളാഹു ചിലപ്പോൾ ഏറ്റ വ്യത്യാസം കൊടുക്കും. അപ്പോൾ ബദരീങ്ങൾ അവർക്ക് അതിൽ ഏറ്റ വ്യത്യാസം അള്ളാഹു പ്രത്യേക സ്ഥാനം കൊടുത്തു. ബദരീങ്ങൾ അവർക്ക് അള്ളാഹു ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. എന്ന പോലെ ആ മുഅ്മിനീങ്ങളുടെ ഉള്ളിൽ ചില ആളുകൾക്കൊക്കെ അള്ളാഹു സ്ഥാനം കൊടുക്കും. അതിൽപ്പെട്ടവരാണ് അഹ്ലുൽ ബൈത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതിൻ്റെ പേരിലുള്ള ദുരുപയോഗങ്ങൾ നമ്മൾ തിരിച്ചറിയുക. ആ ദുരുപയോഗങ്ങൾ ഒരു തങ്ങൾ ചെയ്യുന്നത് ചോദ്യം ചെയ്തത് എന്നതുകൊണ്ട് അത് അഹ്ലുൽ ബൈത്തിനോടുള്ള സ്നേഹമല്ല എന്ന് ചിത്രീകരിക്കാൻ പറ്റുകയില്ല. ആ പറയുന്നത് ചോദ്യം ചെയ്യലാണ് അവിടെ റസൂലിനോടുള്ള സ്നേഹം. റസൂലിനോടുള്ള സ്നേഹമാണല്ലോ ഇതിൻ്റെ അടിസ്ഥാനം. അപ്പം നബി പഠിപ്പിച്ച ദീന് ഒരു അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാളെന്നെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതൊരു മുഅ്മിന് നോക്കി നിൽക്കാൻ പറ്റുകയില്ല. അത് എടുത്ത് പറയുന്നത് ഒരു തങ്ങളോട് അഹ്ലുൽ ബൈത്തിനോട് സ്നേഹമില്ല എന്നൊരാൾ ചിത്രീകരിച്ചാൽ അത് അയാളുടെ വിവരക്കേട് എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം മുഅ്മിനായ ദീനിനെ സംരക്ഷിക്കുന്ന ഒരു പണ്ഡിതനല്ലെങ്കിൽ പോലും, ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും അഹ്ലുൽ ബൈത്ത് ഉണ്ടെങ്കിൽ, അയാൾ അഹ്ലുൽ ബൈത്തിൽ പെട്ടവരാണെങ്കിൽ അയാൾക്കുള്ള സ്ഥാനം അത് നമ്മൾ വിസ്മരിക്കാനും പാടില്ല. അള്ളാഹു കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളായ ആളുകൾ കേരളത്തിലുള്ളതാ തങ്ങൾ എന്നുള്ള പേര്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിലും ഉറഫ് എന്ന് പറയും, നാട്ടു നടപ്പ് അംഗീകരിക്കാന്നാണ്. ഇപ്പോൾ സയ്യിദ് ഷെരീഫ് എന്നുള്ളതൊക്കെ യമൻ ഭാഗത്തുണ്ടായിരുന്ന പ്രയോഗമാണ്. അതിലെ സയ്യിദാണ് ഇങ്ങോട്ട് വന്നത് അറബിയിൽ. അതിലെ ഒരു മലയാള പ്രയോഗമാണ് തങ്ങൾ എന്ന അടിസ്ഥാനത്തിൽ. ഈ നാട്ടു നടപ്പിലുള്ള പ്രയോഗം അംഗീകരിക്കുന്നതിന് വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആണ് ഇവിടുത്തെ തങ്ങന്മാരെ കുറിച്ചൊന്നും സംശയമില്ല, പരമ്പരയിലുള്ളവരൊക്കെ തന്നെയാണ്. അതിനാരും ചോദ്യം ചെയ്തതായി കണ്ടിട്ടില്ല. ചിലരൊക്കെ ഉണ്ട് കള്ളത്തങ്ങന്മാർ, അതെല്ലാവരും ഇടപെടലുണ്ട്. പൊതുവെ ഇവിടെ തങ്ങന്മാർ എന്നറിയപ്പെടുന്ന കുടുംബമൊക്കെ ഉള്ളവർ തന്നെയായിട്ടാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം പഠനങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായത്. അല്ലാഹു അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളായി ജീവിച്ച് മുഅ്മിനുകളുടെ സ്വഭാവങ്ങളോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.